ധൈര്യമുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്കൃതനം കാണിക്കുന്നവരെ പിടിച്ച് 4 പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. DKP സാറിന്റെ പരിപാടി എന്താ? എന്തായാലും 10-12 ദിവസം അവിടെ നിന്നതല്ലേ. ജയദേവൻ സാറിന്റെ ചോറ് നിന്നുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്ന് ഭവിക്കുമെന്ന്. വെടിയെങ്കിൽ വെടി, വടിയെങ്കിൽ വടി, എന്തിന് ഏതിന് മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എന്റെ ഭഗവതി, കട മുഴുവനും അവന്മാരെ കാലിയാക്കിയല്ലോ. എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പക്ഷെ പകലായിരുന്നു പോലെ മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോകണ്ടെങ്കിൽ വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നെ പോലീസ് വരുമോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കുന്ന തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യ, പോലീസ്. അയ്യോ, പെണ്ണെന്തിയേ? അപ്പോ എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ KK ചിറ്റ്സിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണമൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വലുത്. തെക്കുംപുറന്നും വടക്കുംപുറന്നും പറഞ്ഞ് കുറെ പിശാചുകൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ 2 ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായ നക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കുണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏത് ദിക്കിരിക്കാൻ ഓടണം വെച്ചാൽ അത് പറ. എന്നിട്ട് വേണം എനിക്ക് അതിനെതിരോടാൻ. എന്തായി തീരുമാനം? കുന്തായി തീരുമാനം. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താടിക്ക് തീ പിടിക്കുമ്പോ വീട് എത്തിക്കാൻ നോക്കണം. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞ കളയുവാണ്? നിങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ ഞാൻ ചെയ്യണ്ട്. ആകെ ഇളകി മറിഞ്ഞു കിടക്കുക. എന്തായാലും ജയദേവൻ സാർ ഇപ്പൊ ഇങ്ങെത്തും. ആ ജയദേവൻ വന്നിട്ടെങ്കിലും കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. മനസ്സ് മാറണവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആളി പറഞ്ഞതിന് മുമ്പ് കൊച്ചിനെയും തള്ളയും പുഴ കടത്തിയാൽ മതിയായിരുന്നു. അമ്മ ധൈര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ 10 ആള്. ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനറിയില്ല. തെക്കുംപുറത്തുനിന്ന് ചങ്ങലയിൽ കിടക്കുന്ന മേലെടുത്ത് ശ്രീദേവി കുട്ടിയുടെ ഈ ബാല്യക്കാരിക്കറിയാം. വർഷങ്ങളായിട്ടറിയാം. മേലെടുത്തെ വലിയ കാരണവർക്ക് തിരുമേനി ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. കാരണവരുടെ വലം കൈയായി തിരുമേനി. അയാളുടെ ഉന്നം ശ്രീദേവി കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു. പക്ഷേ ശ്രീദേവി കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല. കച്ചേരി നടത്താൻ തറവാട്ടിൽ വന്ന തിരുമേനി അയാളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. തമ്മിത്തല്ല് വരെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒടുവില് വലിയ കാരണവര് തന്നെ
ആ പാവത്തിന് ഭഗവതിപുരിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. പിന്നീട് അറിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഗർഭിണിയാണെന്ന്. കാരണവരെ നിന്ന് തുള്ളി. ആ അവസരവും തിരുമേനി ശരിക്കും മുതലാക്കി. ഇക്കാര്യത്തിൽ എന്തിനാ ഇദ്ദേഹം ഇത്ര വിഷമിക്കണേ? ശ്രീദേവിക്കുട്ടി പ്രസവിക്കട്ടെ എന്നാ ഞാൻ പറയണേ. നമ്പൂരി, ശ്രീദേവിക്കുട്ടിക്ക് എന്നെ വേണ്ടായിരിക്കും. ഈ അവസ്ഥയിലും ഓളെ എനിക്ക് വേണം. പ്രസവം കഴിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഞാൻ പുടവ കൊടുക്കും, ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പുറത്താരും അറിയാതെ ശ്രീദേവിക്കുട്ടിയുടെ പ്രസവം നടന്നു. അത് കഴിഞ്ഞ് അധികം നാളായിട്ടുണ്ടാവില്ല. ഭഗവതിയുടെ കലശെഴുന്നള്ളിപ്പിന്റെ അന്ന് പാട്ടുകാരൻ വീണ്ടും ഒളിച്ചു വന്നു. ശ്രീദേവിയെയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശം. എഴുന്നള്ളിപ്പിന്റെ ബഹളത്തിനിടയിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ കുളത്തിൽ താഴ്ത്തിയ ശവം ഇന്ന് അസ്ഥികൂടമായി പൊന്തി വന്നു. അന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് ഇതാ. നീലയെടുത്ത് ഭഗവതിയുടെ പുണ്യാണ് എന്റെ മോള്. നീ തൊട്ട ദേവിയുടെ കലശശുദ്ധാവില്ല. നിന്റെ വിരലൊന്നും തൊടാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായി പൂജാമുറിയിൽ തപസ്സിരുന്ന കലശം അത്. തറവാട്ടിലെ ഈ സന്തതിയെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിയത് പെറ്റമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തന്നെയായിരുന്നു. എന്നാലിപ്പോ തറവാട്ടിലെ സ്ഥാനമൊന്നും വേണ്ട, ആരുടെ അവകാശവും വേണ്ട. പക്ഷെ അമ്മയൊന്ന് കാണണം, ഒന്ന് കണ്ടാ മാത്രം മതി. പിന്നീട് ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങി വരാൻ പറ്റില്ലെങ്കിലും പ്രഭയെ ഞാൻ കൊണ്ടുപോവാം തെക്കമ്പുറത്തേക്ക്. അമ്മ വിഷമിക്കണ്ട. നിങ്ങൾ ഈ ഭാഗം വളഞ്ഞേ ശരി, നിങ്ങൾ ആ ഭാഗത്തെ വയ്ക്കോ. അവനെ അവിടെ വെറുതെ വിടരുത്, ജീവനോട് പിടിക്കണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. നടക്കേ.
തറവാട്ടിലെ ഏതോ ഒരാൾ പാവപ്പെട്ട ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയെ പിഴപ്പിച്ചപ്പോൾ ഞാൻ ജനിച്ചു. പട്ടിണിയിൽ വളർന്നു. എച്ചിലിന് വേണ്ടി പോലും ഇരക്കേണ്ടി വന്നു. എവിടെ നോക്കിയാലും പുച്ഛിക്കുന്ന മുഖങ്ങൾ. സഹികെട്ടപ്പോൾ ഒളിച്ചോടി. ഒരുപാട് അലഞ്ഞു. ഒട്ടേറെ പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മേലെടുത്ത് ഗ്രാമത്തിൽ ശക്തനായി തിരിച്ചെത്തി. എന്തിനാണെന്നോ? നിന്റെ അമ്മ ശ്രീദേവിയെ സ്വന്തമാക്കാൻ, അങ്ങനെ ഈ തറവാട് പിടിച്ചടക്കാൻ. തെറ്റിപ്പോയി. എല്ലാം ഒരു കഥ പോലെ കേൾക്കുമ്പോ നല്ല രസമുണ്ടല്ലേ? തറവാടിന് മാനഹാനി വരുത്തിയ എങ്ങാണ്ടൂന്നോ വന്ന ഒരു കച്ചേരിക്കാരനെ കൊന്ന് കുളത്തിൽ തള്ളിയത് മേലെടുത്തുകാരൻ അവരുടെ ഇഷ്ടക്കാരനാവാനായിരുന്നില്ല. നിന്റെ അമ്മയോടുള്ള പരിശുദ്ധ പ്രേമം കൊണ്ടുമല്ല. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയുടെയും എന്റെയും കണ്ണുനീര് വീണ ഈ മേലെടുത്ത്, എട്ടുകെട്ടിന്റെയും ഇടക്കെട്ടിന്റെയും സ്ഥാനത്ത് ഒരു വലിയ കുളം. പക്ഷെ ഞാൻ ചെയ്ത കൊലപാതകത്തിന് നിന്റെ ഇഷ്ടക്കാരൻ ജയദേവന്റെ തന്ത ശ്രീകാര്യക്കാരൻ സാക്ഷിയായി. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നായപ്പോൾ, എല്ലാം കുളം കോരുക എന്നുള്ള എന്റെ ലക്ഷ്യം കാറ്റിൽ പറക്കുമെന്നായപ്പോൾ, നാട് രണ്ടാക്കി, നാട്ടാനുണ്ടാക്കി, വലിയൊരു ലഹള കൊണ്ട് എല്ലാത്തിനും മറയുണ്ടാക്കി. ഇപ്പോ ഞാൻ ജയിക്കുമെന്നായപ്പോൾ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയ ബാല്യക്കാരി പെണ്ണ് മടങ്ങി വരിക. തറവാടിന് വീണ്ടും ഒരു കണ്ണി കൂടി ഉണ്ടാവുക. ലഹളയുടെ ഒരു മറ വീണ്ടും ഉണ്ടാക്കുന്നത് പാപമാണെന്നറിയാഞ്ഞിട്ടല്ല. ഞാൻ ചെയ്യുന്നതാണ് എന്റെ ശരി. ശ്രീദേവി കുട്ടിയെ മോഹിച്ചിട്ട് കിട്ടാത്തതിന്റെ വിഷമം ഇപ്പൊ അശേഷം ഇല്ലാന്ന് കൂട്ടിക്കൊള്ളൂ. നീ ശ്രീദേവിയേക്കാൾ സുന്ദരിയാണ്.
ജീവിതം ബാക്കിയുണ്ട്. എനിക്കാണെങ്കിൽ പുഴയിൽ ചത്തുപൊന്തിയ എന്റെ അമ്മാളുവിന്റെ ഒരു കടം വീട്ടാനും ഉണ്ടായിരുന്നു. മേലേടത്ത് ഗ്രാമത്തിൽ വീണ്ടും ഒരു ഉത്സവം കൊടിയേറുകയായി.